ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം അഞ്ചിതയുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ നേരെ അശ്വതിയുടെ വീട്ടിൽ പോയി സാരി മാറി സായുവിനെ വിളിക്കാനായിട്ട് സ്കൂളിലോട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നേരെ വീട്ടിൽ ചെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ നോ സ്ട്രിപ്സ് അങ്ങ് വെച്ച് പരീക്ഷിക്കാൻ നോട്ടു. അതിന് ഏറ്റവും ആക്റ്റീവനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പരീക്ഷണ വസ്തു നമ്പർ 1. ഇവനെപ്പോഴും എന്നോട് ചോദിക്കൂട്ടോ, ചേച്ചി ഈ വൈറ്റ് ഹെഡ്സ് പോകാൻ എന്തുട്ടാ ചെയ്യാമെന്ന്. ഞാൻ ഓരോ റീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമെങ്കിലും കഴിഞ്ഞ ദിവസം അമ്മയുടെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോഴാണ് ഞാൻ ഈ നോ സ്ട്രിപ്സ് കാണുന്നത്. പൊതുവേ കടയിലേക്ക് സാധനങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഹോൾസെയിൽ റേറ്റിൽ അങ്ങ് എടുക്കും കേട്ടോ. അങ്ങനെ എടുത്തതാണ് ഇതിപ്പോൾ വാങ്ങിയാലും നഷ്ടമൊന്നുമില്ല, വീട്ടിലെല്ലാവർക്കും യൂസ് ചെയ്യാമെന്ന് ഓർത്തതുകൊണ്ട് ഞാൻ അങ്ങ് കണ്ണും കൂട്ടി വാങ്ങി. രണ്ടാമതൊന്നും ചിന്തിക്കാൻ ഞാൻ നിന്നില്ല. ഈ ഒരു ബോക്സിൽ ഏതാണ്ട് ഒരു 10 പാക്കറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചപ്പോൾ ഇത് ഇത്ര ചെറുതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒട്ടിക്കുമ്പോൾ നനവ് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളമൊക്കെ തേച്ച് വെക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ കിവി ഒരെണ്ണം ബാക്കി ഞാൻ ഇവന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അത്രയ്ക്ക് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല പുളിയായിരുന്നു. പക്ഷേ ബാക്കിയുള്ളതെല്ലാം നല്ലതായിരുന്നു. അങ്ങനെ ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നോ സ്ട്രിപ്സ് നമ്മളങ്ങ് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകുന്നു കേട്ടോ. പക്ഷേ കുറച്ചുകൂടെയൊക്കെ ആ സ്ട്രിപ്പിൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു പശ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നി. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ഒബ്രമാളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സായു അബാക്കസിൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് തൃശ്ശൂരൊക്കെ പോയി ക്ഷീണിച്ച് വന്നതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഐസ്ക്രീംസ് ആട്ടോ അങ്ങ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ഡ്രസ്സ് നോക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അവനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ മീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു സുപ്രധാന ഘടകമായ റിസ്വാൻ വന്നതോടുകൂടി ഞങ്ങൾ ഡിസ്കഷൻ അങ്ങ് ആരംഭിച്ചു. ഞങ്ങളുടെ വലിയ ടോക്കിൻ്റെ ഇടയിൽ സായു കുറച്ചങ്ങ് ബോറടിച്ചു കേട്ടോ. ചളിത്തുള്ളിപ്പ് വന്നപ്പോൾ പുള്ളിക്കാരത്ത് വിചാരിച്ചിട്ടുണ്ടാവില്ല വേറൊരു ലോകത്തേക്കുള്ള പോക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് അവിടുത്തെ ഒരു ഷോപ്പിൽ കയറിയപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഇത്രയും വേസ്റ്റ് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത്. ഏതാണ്ട് ബില്ല് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 3/4 മണിക്കൂറോളം ആട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. നിന്നതുകൊണ്ട് മാത്രമുള്ള പ്രശ്നമായിരുന്നില്ല, ശരിക്കും ബില്ലിങ്ങിനായിട്ട് അവിടെ പ്രോപ്പർലി സ്ട്രക്ചർഡ് ആയിട്ടുള്ളൊരു സ്പേസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. നമുക്ക് ഒട്ടും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്ന സൂപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിക്കാനുള്ള പരിപാടിയായിരുന്നു എൻ്റേത്. ഇതിൻ്റെ ഇടയിൽ അമ്മ ഓൾറെഡി ഗുരുവായൂർ പോയേക്കുമായിരുന്നു രാവിലെ തന്നെ എഴുന്നേറ്റ്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും വീട് മൊത്തം തിന്നാനുള്ള ഐറ്റംസ് എവിടെ തുടങ്ങുമെന്നായിപ്പോയി. പിന്നെ അങ്ങനെ തിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് വാരി വലിച്ച് തിന്ന് പിന്നെ വീട്ടിലുണ്ടായിരുന്ന ചപ്പാത്തിയും എടുത്ത് കഴിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ആദ്യം വാങ്ങിയ യോഗ ബാർ ട്രൈ ചെയ്യുവാണ് സായി. അവളുടെ വയറ്റിൽ മന്തി കിടക്കുന്നതുകൊണ്ട് അവൾക്ക് വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു കേട്ടോ.